എല്ലാവർക്കും നമസ്കാരം. ബയോളജിയിൽ നിന്നും ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങൾ നോക്കാം. കോശങ്ങളും അവയുടെ ഘടനയും. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹൂക്ക്. കോശത്തെ ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹൂക്ക്. കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. സസ്യകോശത്തെ കണ്ടെത്തിയത് എം ജെ സ്ലീഡൻ. സസ്യകോശം കണ്ടെത്തിയത് എം ജെ സ്ലീഡൻ. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ശ്വാൻ. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ശ്വാൻ. ജീവനുള്ള കോശം കണ്ടെത്തിയത് ആന്റോൺ വാൻ ല്യൂവാൻഹൂക്ക്. ജീവനുള്ള കോശത്തെ കണ്ടെത്തിയത് ആന്റോൺ വാൻ ല്യൂവാൻഹൂക്ക്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനത്തെ സൈറ്റോളജി എന്ന് അറിയപ്പെടുന്നു. കോശം, അതായത് സെല്ല് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി. കോശം അല്ലെങ്കിൽ സെല്ല് എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ മുറി. അടുത്ത ചോദ്യം, കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി, മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോം. കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി എന്നും മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നും അറിയപ്പെടുന്നത് റൈബോസോം ആണ്. കോശത്തിൻ്റെ പവർ ഹൗസ്, കോശത്തിൻ്റെ ഊർജ നിലയം മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നും ഊർജ നിലയം എന്നും അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ എനർജി കറൻസി. കോശത്തിൻ്റെ എനർജി കറൻസി ATP ആണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ഫുൾ നെയിം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ്. കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് ഗോൾജി കോംപ്ലക്സ്. കോശത്തിൻ്റെ ആത്മഹത്യാ സഞ്ചികൾ ലൈസോസോം. കോശത്തിൻ്റെ ആത്മഹത്യാ സഞ്ചികൾ ലൈസോസോം. കോശത്തിൻ്റെ സഞ്ചാരപാത, കോശ അസ്ഥികൂടം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിൻ്റെ സഞ്ചാരപാതയെന്നും കോശ അസ്ഥികൂടമെന്നും അറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. കലകളും രക്തപര്യായന വ്യവസ്ഥയും. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡൻസ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡൻസ് ആണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല സ്നായുക്കൾ അഥവാ ലിഗമൻസ്. അസ്ഥികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല സ്നായുക്കൾ, അതായത് ലിഗമൻസ് ആണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് എന്ന ലോഹമാണ് അടങ്ങിയിട്ടുള്ളത്. രക്തത്തിൽ ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. രക്തത്തിൽ ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. രക്തത്തിന് നീലയോ പച്ചയോ നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോസയാനിൻ. രക്തത്തിന് നീലയോ പച്ചയോ നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോസയാനിൻ ആണ്. ഹീമോസയാനിൽ കാണുന്ന ലോഹം ചെമ്പ്. ഹീമോസയാനിനിൽ കാണുന്ന ലോഹം ചെമ്പാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങൾ ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം അരുണരക്താണുക്കൾ അഥവാ RBC ആണ്. അരുണരക്താണുക്കൾ അഥവാ RBC ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങൾ. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. 120 ദിവസമാണ് RBCയുടെ ആയുർദൈർഘ്യം. അരുണരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റുകൾ എന്നാണ്. എറിത്രോസൈറ്റ്സ് എന്നാണ് അരുണരക്താണുക്കളെ ശാസ്ത്രീയമായി അറിയപ്പെടുന്നത്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്
പ്ലീഹ അഥവാ സ്പ്ലീനെ ആണ്. പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീനെ ആണ് അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത്. രക്തത്തിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന രക്തകോശം അരുണരക്താണുക്കളാണ്. രക്തത്തിൽ വാതക വിനിമയം നടത്താൻ സഹായിക്കുന്നത് അരുണരക്താണുക്കൾ എന്ന രക്തകോശം ആണ്. രക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. അരുണരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് പോളിസൈത്തീമിയ. ഓക്സിജന്റെ കുറവ് മൂലം ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ ചുരുങ്ങുന്ന അവസ്ഥയെ സിക്കിൾ സെൽ അനീമിയ എന്ന് വിളിക്കുന്നു. ഓക്സിജന്റെ കുറവ് മൂലം RBC അഥവാ ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ ചുരുങ്ങുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ ഭടന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ശ്വേതരക്താണുക്കൾ അഥവാ WBC. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് ശ്വേതരക്താണുക്കളെയാണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന രക്തകോശങ്ങളാണ് ശ്വേതരക്താണുക്കൾ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം 10 മുതൽ 15 ദിവസം വരെയാണ്. 10 മുതൽ 15 ദിവസം വരെയാണ് ശ്വേതരക്താണുക്കൾ അഥവാ WBCയുടെ ആയുർദൈർഘ്യം. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ല്യൂക്കോസൈറ്റ്സ് എന്നാണ്. ല്യൂക്കോസൈറ്റുകൾ എന്നാണ് ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥയാണ് ലുക്കീമിയ അഥവാ രക്താർബുദം. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ലുക്കീമിയ അതായത് രക്ത അർബുദം. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാനാണ് മോണോസൈറ്റുകൾ പ്രധാന ധർമ്മം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏതാണ്? ലിംഫോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. 2 വിധമുണ്ട്. ബി ലിംഫോസൈറ്റ്, അത് ആൻറ്റിബോഡി നിർമ്മിക്കുന്നു. പിന്നെ T ലിംഫോസൈറ്റ് ഉണ്ട്, അത് രോഗാണുക്കളെ നേരിട്ട് ആക്രമിക്കുന്നു. 2 തരത്തിലുള്ള ലിംഫോസൈറ്റുകളാണുള്ളത്. ഒന്ന് ബി ലിംഫോസൈറ്റ്, അതിൻ്റെ ധർമ്മം ആൻറ്റിബോഡി നിർമ്മിക്കുന്നു. 2 T ലിംഫോസൈറ്റ് ഉണ്ട്, അതിൻ്റെ ധർമ്മമാണ് രോഗാണുക്കളെ നേരിട്ട് ആക്രമിക്കുന്നു. ശ്വേതരക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. ബോൺ മാരോവിൽ വെച്ചാണ് ശ്വേതരക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത്. അസ്ഥിമജ്ജ അഥവാ ബോൺ മാരോ. ശരീരത്തിലെ ആയുധപുര, ശരീരത്തിലെ പട്ടാള ക്യാമ്പ്, പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ. ശരീരത്തിലെ ആയുധപുര, ശരീരത്തിലെ പട്ടാള ക്യാമ്പ്, പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം എന്നിങ്ങനെ അറിയപ്പെടുന്നത് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീനെയാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിനെ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. കരളിൽ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ് അതായത് ത്രോംബോസൈറ്റ്സ് ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് ആണ്.
അടുത്തതായി രക്തഗ്രൂപ്പുകളും രക്തസമ്മർദ്ദവും. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പ്. സാർവിക ദാതാവ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പാണ്. യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പാണ്. സാർവിക സ്വീകർത്താവ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പിനെയാണ്. സാർവിക സ്വീകർത്താവ് AB ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ്. ഏറ്റവും കൂടുതൽ ആളുകളിലും കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ്. ഏറ്റവും കുറവായി മാത്രം കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് AB നെഗറ്റീവ്. ഏറ്റവും കുറച്ചായി കാണപ്പെടുന്നത് AB നെഗറ്റീവ് ആണ്. അപൂർവമായി മാത്രം കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പ്. അപൂർവമായി മാത്രം കാണപ്പെടുന്നത് ബോംബെ ഗ്രൂപ്പ്. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച രക്തം ഹീമോപ്യുവർ. ഹീമോപ്യുവർ എന്നതാണ് ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച രക്തം. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ. രക്തഗ്രൂപ്പുകളെ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. ഒരാൾക്ക് ഒരേ സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലി ലിറ്റർ ആണ്. ഒരാൾക്ക് മാക്സിമം 300 മില്ലി ലിറ്റർ രക്തം വരെയാണ് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്നത്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ ആണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഔഷധം റിസർപിൻ. അതായത് സർപ്പഗന്ധിയിൽ നിന്നും ലഭിക്കുന്ന ഒരു മരുന്നാണ് റിസർപിൻ. മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg. മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg. ശുദ്ധരക്തം, അതായത് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്ന രക്തക്കുഴൽ ധമനികൾ അഥവാ ആർട്ടറീസ് ആണ്. ശുദ്ധരക്തം അടങ്ങിയ രക്തം വഹിക്കുന്ന രക്തക്കുഴൽ ധമനി അഥവാ ആർട്ടറീസ് ആണ്. അശുദ്ധ രക്തം, അതായത് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ രക്തം വഹിക്കുന്ന രക്തക്കുഴൽ സിരകളാണ്, അതായത് വെയിൻസ് ആണ്. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴൽ സിരകൾ, അതായത് വെയിൻസ്. ശുദ്ധരക്തം വഹിക്കുന്നത് ആർട്ടറീസ് അഥവാ ധമനികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? അധോ മഹാസിര, ഇൻഫീരിയർ വീനക്കാവയാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ സിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അല്ലെങ്കിൽ രക്തക്കുഴൽ മഹാധമനി അഥവാ അയോർട്ടയാണ്. മനുഷ്യ ശരീരത്തിൽ കാണുന്ന ഏറ്റവും വലിയ ധമനി അല്ലെങ്കിൽ രക്തക്കുഴൽ മഹാധമനി അയോർട്ടയാണ്. ഹൃദയത്തിൽ നിന്നും രക്തത്തെ ശരീരഭാഗങ്ങളിലേക്ക് വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഹൃദയത്തിൽ നിന്നും രക്തത്തെ വിവിധ ശരീരഭാഗത്തിലേക്ക് എത്തിക്കുന്നത് ധമനികളാണ്. ശരീരഭാഗങ്ങളിൽ നിന്നും രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുഴലാണ് സിരകൾ. അവയവങ്ങളിൽ രക്തം വഹിക്കുന്ന സിരകൾ പോർട്ടൽ സിരകളാണ്. അവയവങ്ങളിൽ നിന്നും മറ്റ് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ പോർട്ടൽ സിരകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ, അതായത് കാപ്പിലറീസ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകൾ ലോമികകൾ. നിശബ്ദനായ കൊലയാളി സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷനും ഹെപ്പറ്റൈറ്റിസ് സി രോഗവുമാണ്. ഹെപ്പറ്റൈറ്റിസ് സിയും ഹൈപ്പർ ടെൻഷൻ അതായത് ഉയർന്ന രക്തസമ്മർദ്ദത്തെയുമാണ് നിശബ്ദനായ കൊലയാളി സൈലന്റ് കില്ലർ എന്ന് അറിയപ്പെടുന്ന രോഗങ്ങൾ. ഗ്രന്ഥികളും ഹോർമോണുകളും. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ, അതായത് ലിവറാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്ലാൻഡിനെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്.
ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പൈനിയൽ ഗ്ലാൻഡ്. മധുരഗ്രന്ഥി ഡ്യുവൽ ഗ്ലാൻഡ് എന്നും അറിയപ്പെടുന്നത് പാൻക്രിയാസ് അതായത് ആഗ്നേയ ഗ്രന്ഥിയാണ്. മധുരഗ്രന്ഥി എന്നും ഡ്യുവൽ ഗ്ലാൻഡും എന്നും അറിയപ്പെടുന്നത് പാൻക്രിയാസ് ഗ്ലാൻഡ് അതായത് ആഗ്നേയ ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. ആദംസ് ആപ്പിൾ, ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി എന്നിങ്ങനെ അറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നും ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ, കാൽസിറ്റോണിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തൈറോക്സിൻ, കാൽസിറ്റോണിനുമാണ്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതൊർമോൺ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാതൊർമോൺ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുകയും ചെയ്യുന്ന ഹോർമോണാണ് പാരാതൊർമോൺ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുകയും ചെയ്യുന്ന ഹോർമോൺ പാരാതൊർമോൺ. പാരാതൊർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ടെറ്റനി ബാധിക്കുന്ന അവയവം പേശികൾ. പാരാതൊർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ടെറ്റനി. ടെറ്റനി ബാധിക്കുന്ന അവയവം പേശികൾ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലിലിറ്റർ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലിലിറ്റർ. 2 വൃക്കകൾക്ക് മുകളിലായി തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്ലാൻഡിനെയാണ് 2 വൃക്കകൾക്ക് മുകളിലായിട്ട് തൊപ്പി പോലെ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗം അതായത് കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതാണ്? കോർട്ടിസോൾ അതായത് സ്ട്രെസ് ഹോർമോണും അൽഡോസ്റ്റിറോൺ ലൈംഗിക ഹോർമോണുകളുമാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമായിട്ടുള്ള കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകൾ. കോർട്ടിസോൾ അതായത് സ്ട്രെസ് ഹോർമോൺ, അൽഡോസ്റ്റിറോൺ ലൈംഗിക ഹോർമോണുകൾ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജല ലവണ സന്തുലനാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൽ ജലലവണ സന്തുലനാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ. ശരീരത്തിൻ്റെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാനും ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നുമായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ശരീരത്തിൻ്റെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാനും ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഹോർമോൺ കോർട്ടിസോൾ. അഡ്രീനൽ ഗ്രന്ഥിയുടെ അകംഭാഗം മെഡുല്ല എന്നറിയപ്പെടുന്നു. മെഡുല്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ അകംഭാഗമായിട്ടുള്ള മെഡുല്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ. അഡ്രീനാലിനെ എപ്പിനെഫ്രിൻ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നതാണ് അതിൻ്റെ ഒരു രൂപം. അടിയന്തര സാഹചര്യങ്ങളെ അതിൽ നേരിടാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രീനാലിൻ. നോർ എപ്പിനെഫ്രിനെയാണ് സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. യുവത്വ ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് തൈമോസിൻ. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി
പൈനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ മെലാറ്റോണിൻ, സെറാട്ടോണിൻ. മെലാറ്റോണിനും സെറാട്ടോണിനും ഉൽപ്പാദിപ്പിക്കുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്. രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. രാത്രിയിൽ നമുക്ക് ഉറക്കം നൽകുന്ന ഹോർമോൺ മെലാറ്റോണിൻ. നായക ഗ്രന്ഥി മാസ്റ്റർ ഗ്ലാൻഡ് എന്നും പയറുവിത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി എന്നും പയറുവിത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥിയാണ്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപിക് ഹോർമോൺ, STH. വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപിക് ഹോർമോൺ ആണ്, STH ആണ്. ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോക്സിൻ. ഗർഭപാത്രത്തിന്റെ സങ്കോചം പ്രസവം സുഗമമാക്കുന്നതും ആയിട്ടുള്ള ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ അഥവാ ADH ആണ്. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമാകുന്ന ഹോർമോൺ ഗ്രലിൻ ആണ്. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമാകുന്ന ഹോർമോൺ ഗ്രലിൻ. വാസോപ്രസിൻ അതായത് ADH ഹോർമോണിന്റെ കുറവ് മൂലം അമിതമായി മൂത്രം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ അഥവാ ADHന്റെ കുറവ് മൂലം അമിതമായി മൂത്രം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഇൻസുലിന്റെ കുറവ് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് മെലിറ്റസ്, അതായത് പ്രമേഹ രോഗം. ഇൻസുലിന്റെ കുറവ് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഡയബറ്റീസ് മെലിറ്റസ്, പ്രമേഹ രോഗം എന്നും അറിയപ്പെടുന്നു. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ ലൈംഗിക ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജസ്റ്റെറോണും. അണ്ഡാശയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ ലൈംഗിക ഹോർമോണുകൾ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പുരുഷ ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. വൃഷ്ണങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പുരുഷ ലൈംഗിക ഹോർമോണുകളാണ് ടെസ്റ്റോസ്റ്റിറോൺ, അതായത് ആൻഡ്രോജൻ വിഭാഗത്തിൽ ഉള്ളതാണ്. അസ്ഥികളും പല്ലുകളുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്, അതായത് ഫീമർ എന്ന് അറിയപ്പെടുന്ന എല്ലായിട്ടുള്ള തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് എന്ന അസ്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്, ചെവിയിലുള്ള സ്റ്റേപ്പിസ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ലോഹം കാൽസ്യം. അസ്ഥികളുടെ ആരോഗ്യത്തിന് കാൽസ്യം എന്ന ലോഹം വേണം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. അസ്ഥിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഡി. വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളിൽ പ്രധാനമായും നിർമ്മിക്കപ്പെടുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവയൊക്കെ കൊണ്ടാണ്. മനുഷ്യ അസ്ഥികൾ പ്രധാനമായിട്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് തുടങ്ങിയവ വെച്ചിട്ടാണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളുടെ കാഠിന്യത്തിന്റെ കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206 നവജാത ശിശുക്കളിലായപ്പോൾ ഏകദേശം 300 വരുമെങ്കിലും പ്രായപൂർത്തിയായ മനുഷ്യനിൽ ആകെ അസ്ഥികൾ 206 ഉള്ളത്. നവജാത ശിശുക്കളിൽ 300 വരെ ആകാവുന്നതാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ,
ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം തുടങ്ങിയ രോഗങ്ങളാണ് അസ്ഥികളെ പ്രധാനമായും ബാധിക്കുന്ന രോഗങ്ങൾ. റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ലുകൾ, ഇൻസിസേഴ്സ് ആണ്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ലുകൾ. ഇൻസിസേഴ്സ് നമുക്ക് 8 എണ്ണമാണ് ഉള്ളത്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ലുകൾ, കനൈൻസ്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ കനൈൻസ്. മനുഷ്യരിൽ 4 എണ്ണമാണ് ഉള്ളത്. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകൾ. അണകങ്ങൾ എന്നറിയപ്പെടുന്ന പ്രീമോളാർസും ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. പ്രീമോളാർസ് 8 എണ്ണമാണ് ഉള്ളത്. പിന്നെ ചർവണങ്ങൾ ഉണ്ട്. മോളാർസ് എന്നറിയപ്പെടുന്നത് ചർവണകങ്ങൾ. മോളാർസ് 12 എണ്ണമാണ് ഉള്ളത്. പ്രീമോളാർസ് 8 എണ്ണം, ചർവണകങ്ങൾ 12 എണ്ണമാണ് ഉള്ളത്. പ്രായപൂർത്തിയായ ശേഷം ഏറ്റവും ഒടുവിലായിട്ട് മുളയ്ക്കുന്ന 4 ദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ, അതായത് വിസ്ഡം ടീത്ത് എന്നാണ്. പ്രായപൂർത്തിയായ ശേഷം മാത്രം ഏറ്റവും ഒടുവിലായി മുളയ്ക്കുന്ന 4 ദന്തങ്ങളാണ് വിവേകദന്തങ്ങൾ, വിസ്ഡം ടീത്ത്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളും ഇന്ദ്രിയങ്ങളും. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക അഥവാ കിഡ്നീസ്. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ അല്ലെങ്കിൽ ലിവർ. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല കരൾ അല്ലെങ്കിൽ ലിവർ. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയം, ഹാർട്ടിനെയാണ്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. മധ്യകർണത്തിലെ അസ്ഥികളുടെ ആകൃതികൾ. ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥി മാലിയസ്. ചെവിയിൽ ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് മാലിയസ്. കൂടക്കല്ലിൻ്റെ അരിവാൾ രൂപത്തിലുള്ള ഒരു ആകൃതിയിലുള്ള അസ്ഥി ഇൻഗസ് ആണ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിൽ ഇൻഗസ്. കുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള അസ്ഥി സ്റ്റേപ്പിസ്. കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. കണ്ണിലെ പ്രധാനപ്പെട്ട കോശഗ്രാഹി കോശങ്ങൾ. കണ്ണിലെ പ്രധാന പ്രകാശഗ്രാഹി കോശങ്ങളെ കുറിച്ച് നോക്കാം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതും മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതുമായിട്ടുള്ള കോശങ്ങളാണ് റോഡ് കോശങ്ങൾ, റോഡ് സെൽസ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതും മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നതുമായിട്ടുള്ള കോശങ്ങൾ റോഡ് കോശങ്ങളാണ്. പകൽ വെളിച്ചത്തിൽ വ്യക്തമായ കാഴ്ചയ്ക്കും നിറങ്ങൾ തിരിച്ചറിയാനും സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ, കോൺ സെൽസ്. അടുത്തതായി നാക്കിലെ വിവിധ രുചികളെ നോക്കാം. അജിനോമോട്ടോയുടെ പ്രത്യേക രുചി അറിയപ്പെടുന്നത് ഉമാമി എന്നാണ്. അജിനോമോട്ടോയുടെ പ്രത്യേക രുചി ഉമാമി ടേസ്റ്റ് ആണ്. കൊഴുപ്പിൻ്റെ രുചി അല്ലെങ്കിൽ 6ാമത്തെ രുചിയായി അറിയപ്പെടുന്നത് ഒലിയോഗസ്റ്റസ് ആണ്. കൊഴുപ്പിൻ്റെ രുചിയെന്നും 6ാമത്തെ രുചിയായിട്ടും അറിയപ്പെടുന്നത് ഒലിയോഗസ്റ്റസ്. അടിസ്ഥാനമായിട്ട് 5 രുചികളാണുള്ളത്: മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി. അടിസ്ഥാനപരമായിട്ടുള്ള 5 തരം രുചികളാണ് മധുരം, ഉപ്പ്, പുളി, കയ്പ്, പിന്നെ ഉമാമി. അജിനോമോട്ടോയുടെ പ്രത്യേക രുചിയാണ് ഉമാമി ടേസ്റ്റ്. പ്രധാനപ്പെട്ട രോഗങ്ങളും വിളിപ്പേരുകളും. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ, തൊണ്ടമുള്ള്, ഡിഫ്തീരിയ. തൊണ്ടമുഴ എന്നറിയപ്പെടുന്ന രോഗം ഗോയിറ്റർ അഥവാ തൈറോയിഡ് വീക്കം. തൊണ്ടമുഴ, ഗോയിറ്റർ. തൊണ്ടമുള്ള് ഡിഫ്തീരിയ ആണ്. പോഷകാഹാരവും ദഹന വ്യവസ്ഥയും. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന ആഹാര ഘടകമാണ് ബോഡി ബിൽഡർ മാംസ്യം അഥവാ പ്രോട്ടീനാണ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന ആഹാര ഘടകം ബോഡി ബിൽഡർ മാംസ്യമാണ്, പ്രോട്ടീനാണ്. മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ മരാസ്മസ്, ക്വാഷിയോർക്കർ. ക്വാഷിയോർക്കർ, മരാസ്മസ് രോഗം മാംസ്യത്തിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. മാംസ്യ ചെപ്പുകൾ
എന്നറിയപ്പെടുന്ന സസ്യഭക്ഷണ പദാർത്ഥം പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സോയാബീനൊക്കെയാണ്. മാംസ്യച്ചെപ്പുകൾ എന്നറിയപ്പെടുന്ന സസ്യ ഭക്ഷണ പദാർത്ഥം പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സോയാബീനൊക്കെയാണ്. മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശത്തിലെ പ്രധാനപ്പെട്ട അണുകേന്ദ്ര ലോഹമാണ് മഗ്നീഷ്യം. മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശത്തിലെ പ്രധാനപ്പെട്ട അണുകേന്ദ്ര ലോഹം മഗ്നീഷ്യം. മാംസത്തിന്റെ പ്രധാനപ്പെട്ട രാസഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ്. മാംസ്യത്തിലെ പ്രധാനപ്പെട്ട രാസഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ്. മാംസ്യം ഉൽപാദനം നടത്തുന്ന ശരീരകോശത്തിലെ ഭാഗം റൈബോസോം ആണ്. മാംസ്യ ഉൽപാദനം നടക്കുന്ന മനുഷ്യ ശരീരത്തിലെ കോശത്തിലെ ഭാഗം റൈബോസോം. മാംസ്യം ഉൽപാദനം നടക്കുന്ന ശരീരകോശത്തിലെ ഭാഗം റൈബോസോം. പേശികളിൽ കാണപ്പെടുന്ന മാംസ്യമാണ് മയോസിൻ, ആക്റ്റിലിൻ. പേശികളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മാംസ്യം മയോസിൻ, ആക്റ്റിലിൻ എന്നിവയാണ്. 1 ഗ്രാം മാംസ്യത്തിൽ നിന്നും ശരീരത്തിന് ലഭിക്കുന്ന ഊർജം 4 കലോറി. 1 ഗ്രാം മാംസ്യത്തിൽ നിന്നും ശരീരത്തിന് ലഭിക്കുന്ന ഊർജം 4 കലോറിയാണ്. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറെ. ലോകത്തിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറെ. ആദ്യത്തെ കൃത്രിമ വൃക്ക ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നും അത് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? വില്യം ജോഹാൻ കോഫ്. ആദ്യത്തെ കൃത്രിമ വൃക്ക ആർട്ടിഫിഷ്യൽ കിഡ്നിയെ രൂപകൽപ്പന ചെയ്ത വ്യക്തി വില്യം ജോഹാൻ കോഫ്. ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് എന്നറിയപ്പെടുന്നത് അപൂരിത കൊഴുപ്പാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെയാണ് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് എന്നറിയപ്പെടുന്നത്. അപൂരിത കൊഴുപ്പിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് ആവശ്യ ഫാറ്റി ആസിഡ്, ആവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡാണ് ലിനോലെനിക് ആസിഡ്. ഉദാഹരണം പറഞ്ഞാൽ സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ, ഒലിവെണ്ണയൊക്കെയാണ് അപൂരിതമായിട്ടുള്ള കൊഴുപ്പിൽ വരുന്നതാണ്. അതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ് ഏതാണ്? ലിനോലൈനിക് ആസിഡ്. ശരീരത്തിലെ രാസസന്ദേശവാഹകർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത് ഹോർമോൺസിനെയാണ്. ശരീരത്തിലെ രാസസന്ദേശവാഹകർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോണുകൾ. ഹോർമോണുകളെയും അന്തസ്രാവി ഗ്രന്ഥികളെയും കുറിച്ചുള്ള പഠനം എൻഡോക്രൈനോളജി. ഹോർമോണുകളെക്കുറിച്ചും അന്തസ്രാവി ഗ്രന്ഥികളെയും കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. ശരീരത്തിലെ തുലനനില ബാലൻസിനെ പരിപാലിക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് ചെവി. ശരീരത്തിൻ്റെ തുലനനില ബാലൻസ് പാലിക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയം ചെവിയാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥയും പേശീചലനവും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം അല്ലെങ്കിൽ ചെറിയ ചോറ് എന്നറിയപ്പെടുന്ന സെറിബെല്ലത്തെയാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ, അതേപോലെ പേശി ചലനം എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം, ബ്രെയിനിലെ ഭാഗമാണ് സെറിബെല്ലം. അടുത്ത ചോദ്യം, ചെവിയുടെ ഉൾക്കടഞ്ഞയും ശ്രവണത്തെക്കുറിച്ചൊക്കെ നോക്കാം. കർണപടത്തിൻ്റെ ഇരുവശത്തെയും വായുമർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന കുഴൽ ഏതാണ്? യൂസ്തേഷ്യൻ നാളി. കർണപടത്തിൻ്റെ ഇരുവശത്തെയും വായുമർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന കുഴൽ യൂസ്തേഷ്യൻ നാളി. ശ്രവണത്തിന് നേരിട്ട് സഹായിക്കുന്ന ചെവിയിലെ ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗം കോക്ലിയ. ശ്രവണത്തിന് നേരിട്ട് സഹായിക്കുന്ന ചെവിയിൽ ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് കോക്ലിയ. ശബ്ദ തരംഗങ്ങളെക്കുറിച്ച് അതിനനുസരിച്ച് കമ്പനം ചെയ്യുന്ന മധ്യകർണത്തിലെ ഭാഗം കർണപടം, ടിമ്പാനിക് മെംബ്രെയിനാണ്. ശബ്ദ തരംഗങ്ങൾക്ക് അനുസരിച്ച് കമ്പനം ചെയ്യുന്ന മധ്യകർണത്തിലെ ഭാഗം കർണപടം. ലോക ശ്രവണ ദിനം വേൾഡ് ഹിയറിംഗ് ഡേ മാർച്ച് 3 വേൾഡ് ഹിയറിംഗ് ഡേ, ലോക ശ്രവണ ദിനം മാർച്ച് 3. കേൾവിശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോമീറ്റർ. കേൾവിശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോമീറ്റർ. കേൾവിശക്തിയെക്കുറിച്ചുള്ള പഠനം ഓഡിയോളജിയാണ് അതുമായി ബന്ധപ്പെട്ട പഠനശാഖ. മനുഷ്യന്റെ ചെവിക്ക് വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകാൻ
കാരണമാകുന്ന ശബ്ദ തീവ്രത 120 ഡെസിബലിനും മുകളിൽ ഉള്ള ശബ്ദമാണ്. 120 ഡെസിബലിനും മുകളിൽ ഉള്ള ശബ്ദ തരംഗങ്ങൾ മനുഷ്യ ചെവിക്ക് വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാക്കാൻ കാരണമാകുന്ന ശബ്ദങ്ങളാണ്. ശരീരത്തിലെ പ്രധാനപ്പെട്ട അസ്ഥി സന്ധികളെ കുറിച്ച് നോക്കാം. ജോയിന്റുകളെ കുറിച്ച് നോക്കാം. മണിബന്ധം, റിസ്റ്റ്, പരപ്പുള്ള അസ്ഥികൾ എന്നിവയും കാണപ്പെടുന്ന അസ്ഥിസന്ധി തെന്നി നീങ്ങുന്ന സന്ധിയാണ്. ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. റിസ്റ്റിലും പരപ്പുള്ള അസ്ഥികളും എന്നിവയിൽ കാണുന്നത് തെന്നി നീങ്ങുന്ന അസ്ഥി, ഗ്ലൈഡിംഗ് ജോയിന്റ്. കഴുത്തിലെ കശേരുക്കൾ തമ്മിലുള്ള സന്ധി കീലസന്ധി അഥവാ പിവറ്റ് ജോയിന്റ് ആണ്. കഴുത്തിലെ കശേരുക്കൾ തമ്മിലുള്ള സന്ധി കീലസന്ധി, പിവറ്റ് ജോയിന്റ്. തോളല്, ഇടുപ്പല് എന്നിവയിൽ കാണുന്ന സന്ധി ഗോളര സന്ധി, ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. തോളല്ലും ഇടുപ്പല്ലിലും കാണുന്നത് ഗോളര സന്ധി, ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ എന്നിവയിൽ കാണുന്ന സന്ധി വിജാഗിരി സന്ധി, ഹിഞ്ച് ജോയിന്റ് ആണ്. കൈമുട്ടും കാൽമുട്ട്, വിരലുകൾ എന്നിവയിൽ കാണുന്നത് വിജാഗിരി സന്ധി, ഹിഞ്ച് ജോയിന്റ്. നൃത്തം, ഓട്ടം, ടൈപ്പ് ചെയ്യൽ തുടങ്ങി നിരവധി സുഗമമായിട്ടുള്ള ചലനങ്ങൾ നടത്താൻ സഹായിക്കുന്ന സന്ധി സൈനോവിയൽ സന്ധി. നൃത്തം, ഓട്ടം, ടൈപ്പ് ചെയ്യൽ എന്നിവയ്ക്ക് സഹായിക്കുന്ന നിരവധി കാര്യങ്ങൾ സുഗമമായി ചെയ്യാനായി സഹായിക്കുന്ന ഒരു സന്ധി സൈനോവിയൽ സന്ധിയാണ്. ചെറുകുടൽ, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ദഹിച്ച പോഷകാഹാര ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാൻ ആരംഭിക്കുന്നതും ഇവിടെ വെച്ചാണ്. എവിടെ? ചെറുകുടൽ. ദഹനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം സാധാരണ 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. മനുഷ്യനിലെ അന്നപഥത്തിൽ ഏറ്റവും നീളം ഉള്ള അവയവം ചെറുകുടൽ അഥവാ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. ഏകദേശം 5 മുതൽ 6 മീറ്റർ വരെ ചെറുകുടലിന് നീളം കാണാം. അടുത്തതായി വില്ലസ്. വില്ലസിനെ കുറിച്ച് നോക്കുമ്പോൾ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ ആഗിരണ പ്രതല വിസ്തീർണം കൂട്ടാൻ അതിനായി കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള സൂക്ഷ്മ ഭാഗങ്ങളാണ് വില്ലസുകൾ, വില്ലൈസ്. വൻകുടൽ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ. വൻകുടലിന് 3 പ്രധാന ഭാഗങ്ങളുണ്ട്: സീക്കം, കോളൻ, റെക്റ്റം. സീക്കം, കോളൻ, റെക്റ്റം എന്നീ ഭാഗങ്ങൾ വൻകുടലിൽ ആണുള്ളത്. ഏറ്റവും വലിയ ഭാഗം കോളൻ. ഏറ്റവും വലിയ ഭാഗം ഇതിൽ കോളൻ എന്ന ഭാഗമാണ്. വൻകുടലിലുള്ള 3 ഭാഗമാണ് സീക്കം, കോളൻ, റെക്റ്റം. വൻകുടലിൻ്റെ ആകെ നീളം 1.5 മീറ്റർ ആണ്. വൻകുടലിൻ്റെ ആകെ നീളം 1.5 മീറ്റർ. വൻകുടലിലെ സഹജീവി ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിനായി ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി കോംപ്ലക്സ്. വൻകുടലിലെ സഹജീവി ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിനായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി കോംപ്ലക്സ്. പ്രധാനപ്പെട്ട ദിനങ്ങൾ, തീയതി നോക്കാം. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം ആഘോഷിക്കുന്നത് സെപ്റ്റംബർ മാസം 29. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3. ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് 3. ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് 3 ആഘോഷിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ബയോളജിയിൽ നിന്നുമുള്ള ഒരു അടിസ്ഥാന വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സുമൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാനും ശ്രമിക്കണമേ. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ PSC റിലേറ്റഡ് കണ്ടൻറ് വൈസ്, ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.